എന്തായി കാട്ടുന്നത്? എന്നോട് പ്രതികാരം ചെയ്യരുത്, എന്റെ കുഞ്ഞിന്റെ മേളിൽ മുടക്കരുത്, ഞാൻ കാല് പിടിക്കാം. എന്നെ പരീക്ഷിക്കരുത്. ഓടി സമൂഹത്തിൽ നീതി നടപ്പാക്കേണ്ട ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഇവിടെ പ്രതികാര മനോഭാവം വെച്ചു പുലർത്തി ഒരു സാധു പെൺകുട്ടിയുടെ വിവാഹം മുടക്കുകയും അത് തടയാൻ ശ്രമിച്ച സബ് കളക്ടറെ അധിക്ഷേപിച്ച് എടി പോടി എന്ന് വിളിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിൽ മിസ്റ്റർ മാധവൻകുട്ടിക്ക് എന്ത് മറുപടിയാണ് വനിതാ കമ്മീഷനോട് പറയാനുള്ളത്? ഇതൊരു നിയമയുദ്ധമാണ്. യുദ്ധമാകുമ്പോൾ രണ്ടു പക്ഷത്തും സൈന്യം വേണം. ഇവിടെ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കാൻ വനിതാ കമ്മീഷനുണ്ട്, മറുഭാഗത്ത് എനിക്ക് വേണ്ടി സംസാരിക്കാൻ പുരുഷ കമ്മീഷനില്ല. ഇങ്ങനെയൊരു വിചാരണ വേദിയിൽ ഇത്രയും ബഹുമാനപ്പെട്ട വ്യക്തികളുടെ മുൻപിൽ വെച്ച് പോലും മിസ്റ്റർ മാധവൻകുട്ടി തികഞ്ഞ അഹങ്കാരമാണ് പ്രകടിപ്പിക്കുന്നത്. മാഡം, തോക്കി കയറി വിടുവിക്കല്ലേ. എന്റെ പേരിലുള്ള ആരോപണങ്ങൾക്ക് ഞാൻ വ്യക്തമായ മറുപടി പറഞ്ഞോട്ടെ. വിവാഹം മുടക്കി വരനെ അറസ്റ്റ് ചെയ്തത് എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷനോടുകൂടിയാണ്. കാരണം അയാൾ ഒരു വിവാഹ തട്ടിപ്പുകാരനാണ്. ഇതിനു മുമ്പ് 6 കല്യാണം കഴിച്ച വ്യക്തമായ രേഖകളുണ്ട്. സർവത്ര തെളിവുകളുമായിട്ടാണ് പ്രതിയെ ഞാൻ കോടതിയിൽ ഹാജരാക്കിയത്. താങ്കൾ മനഃപൂർവ്വം സൃഷ്ടിച്ച തെളിവുകളും കേസുമാണ് ആ വരനെതിരെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ? അങ്ങനെ സംശയിച്ച് തെളിവുകൾ മനഃപൂർവ്വം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ മാഡത്തിന്റെ അച്ഛനെ പോലും മനസ്സ് തുറന്ന് അച്ഛാ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. ദേ കണ്ടില്ലേ, എടോ താനൊക്കെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ കയറി വിളിച്ചത്. ഇതുപോലെ ഒരു ദേഷ്യത്തിനാണ് ഞാൻ ഈ മാഡത്തിനെ എടി പോടി എന്നൊക്കെ വിളിച്ചത്. എനിക്കറിയില്ലായിരുന്നു ഈ മാഡം സബ് കളക്ടറാണെന്ന്. കണ്ട തോന്നുന്നുണ്ട് സാർ. ഒരു സ്ത്രീയെയും എടി പൊടിന്ന് വിളിക്കാനുള്ള റൈറ്റ്സ് ആരും ആർക്കും നൽകിയിട്ടില്ല. ഈ അലസമായ പ്രതികരണത്തിന് ചുട്ട മറുപടിയായിരിക്കണം ഇയാൾക്കുള്ള ശിക്ഷ. തെറ്റ് ചെയ്ത ആൾ ശിക്ഷിക്കപ്പെടണം. He should be dismissed from the service. Excuse me, madam. ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ആരുടെയും ജോലി കളയണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ, സ്ത്രീകളോടുള്ള ആദരവ് മറക്കാതിരിക്കാൻ ഒരു ശിക്ഷ മിസ്റ്റർ മാധവൻകുട്ടിക്ക് കിട്ടിയേ പറ്റൂ. സോ മിസ്റ്റർ മാധവൻകുട്ടി മാപ്പ് പറയണം. അതെ, ശരി, അതാണ് എനിക്ക് വിധിക്കുന്ന ശിക്ഷയെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു. മാപ്പ്. അത് പോരാ, ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞ് മാപ്പ് പറയണം. ഈ നിൽക്കുന്ന ബഹുമാനപ്പെട്ട സബ് കളക്ടർ സേതുലക്ഷ്മിയെ ഒരു പൊതുസ്ഥലത്ത് വെച്ച് എടി ഓടി എന്നൊക്കെ വിളിച്ചത് വളരെ വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ബോധ്യമായി. അതിൽ ഞാൻ ഖേദിക്കുന്നു. മാപ്പ്. സാർ, ഒന്ന് ചോദിച്ചോട്ടെ, ഈ സംഭവത്തോട് നഷ്ടപ്പെട്ടത് പോലീസിന്റെ പ്രതിച്ഛായല്ലേ? കാല പിടിച്ച് മാപ്പ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ താങ്കളുടെ തൊപ്പി തെറിക്കുമായിരുന്നു അല്ലേ? ആരോട് എന്ത് പൊളിച്ച വർത്തമാനം പറയുന്നത് നിങ്ങളെപ്പോലുള്ള ക്രിമിനൽ പോലീസുകാർ ഇതോടൊരു പാഠം പഠിച്ചല്ലേ? നീതിയും നിയമവും നടപ്പാക്കേണ്ട പോലീസുകാർ യൂണിഫോമിന്റെ വിലയും മഞ്ഞയും കളഞ്ഞു കുടിക്കരുത്. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ. ഐ ആം റിയലി അഷേംഡ് ഓഫ് യു. എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോണം. അതെ, ഒരു യാത്രയപ്പ് ചടങ്ങൊക്കെ കഴിഞ്ഞ് സർവീസിൽ നിന്ന് പിരിയണമെന്ന് ആഗ്രഹമുണ്ട്. ഈ പോക്കാണെങ്കിൽ അത് നടക്കുന്നു തോന്നുന്നില്ല. അങ്ങാടി തോറ്റ അമ്മയോടൊന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ ജീപ്പിനോട് കാണിച്ചിട്ട് എന്താ കാര്യം? ആളും തരവും നോക്കാതെ പെരുമാറിയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും ഞാൻ ചാവാൻ പോവാ. അതിനു മുമ്പൊരു കാര്യം ചോദിക്കട്ടെ, എടി പൊടിന്നൊക്കെ വിളിക്കാൻ ആ കുട്ടി സാറിന്റെ ഭാര്യയൊന്നും അല്ലല്ലോ. താൻ എന്താ പറഞ്ഞേ? എടിന്നൊക്കെ വിളിക്കാൻ ആ കുട്ടി സാറിന്റെ ഭാര്യയൊന്നും അല്ലല്ലോ. അപ്പോ ഭാര്യ എടിന്നൊക്കെ വിളിക്കാമോ? ഭാര്യക്ക് കംപ്ലൈന്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും വിടില്ല ഞാൻ.
വിടില്ല ഞാൻ. വിടില്ല എന്ന് പറഞ്ഞിട്ട് 8-10 പടപടയെന്ന് വിടണത്. ഞാൻ അതിന്റെ കാര്യമല്ല പറഞ്ഞേ. മാപ്പില്ലേ, മാപ്പ്, മാപ്പിന്റെ കാര്യം. എങ്കിൽ പിന്നെ രാഘവേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ അവളെ കെട്ടുന്നു, പണി കൊടുക്കുന്നു. നമ്മളല്ലടാ, ഞാൻ കിട്ടും. അതാ പറഞ്ഞത്. എവിടെ ഒന്നും നടക്കാൻ പോലുള്ള എന്ത് വിഷമം എങ്ങനെ പറയാ? ഞാൻ എവിടെ കിടക്കുന്നു, അവൾ അവിടെ കിടക്കുന്നു. അവൾ അവളുടെ വീട്ടിൽ കിടക്കുന്നു, സാർ ഇവിടെ കിടക്കുന്നു. കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് കിടക്കുന്നു. കൊട്ടാപ്പ, എന്തോ നീ വിചാരിക്കുന്നത് നല്ല കാര്യങ്ങള്. പിന്നെ? നിനക്ക് ഈ IAS പവർ അറിയോ? ഈ ഐസിന്റെ പവർ ഉണ്ടോ IAS-ന്? ഇല്ലല്ല. ഈ ഐസിട്ട് നമുക്ക് ഈ പെഗ് കഴിക്കാം, പക്ഷെ IAS ഇട്ട് പെഗ് കഴിക്കാൻ പറ്റുമോ? അപ്പൊ ആർക്കാ പവർ, ഐസിനോ IAS-നോ? ഇതാ സാറേ, സാറ് ചെത്തിമുറ്റത്തെ രാധാമണി അറിയോ? തഹസിൽദാരാ, തഹസിൽദാര്. അവര് കെട്ടിയതാരെയാ? അവരുടെ ഓഫീസിലെ വെറും ഒരു പ്യൂണിന്. എന്നിട്ട് കുട്ടികൾ എത്രയാ? 4. സാറിന്റെ ഒരു ചെറിയ ജോലിയാണെന്ന് കരുതി സാർ ഇങ്ങനെ തളരരുത്. നിന്റെയൊക്കെ പറച്ചിലേട്ടാ തോന്നും സർക്കിൾ എന്ന് പറഞ്ഞ അത്ര ചീപ്പ് പണിയാണെന്ന്. അതിപ്പോ നമുക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. സാറിനിപ്പോ എന്തോ ഒരു കുറവ്. ഏത് പെൺകുട്ടിയെ ആഗ്രഹിക്കുന്ന പോലെ അച്ഛനില്ല, അമ്മയില്ല, നാത്തുമാരില്ല, മറ്റു കൂടപ്പുറപ്പങ്ങൾ ആരുമില്ല. അത് മാത്രം ഒരു സബ് കളക്ടർക്ക് 1 മാസം കിട്ടുന്ന ശമ്പളം ഒരൊറ്റ ദിവസം കൊണ്ട് സാർ ഉണ്ടാക്കുന്നില്ലേ? നല്ലൊരു പീഡന കേസ് ഒത്തുവന്ന കാശ് എത്രയാ കാശ്? ഞാൻ അവളുടെ വീട്ടിൽ ചെന്ന് ഇത്രയും കാര്യങ്ങൾ വെച്ച് കാച്ചിയാൽ അവരെപ്പ കെട്ടിച്ചെന്ന് ഓർത്താ മതി. എന്തേ ഇതിലൊരു സൂചി കാണാത്തോണ്ട് ചോദിക്ക, സമയത്രയായി? 12. ഞാൻ ഇപ്പൊ തന്നെ ആ കളക്ടറുടെ വീട്ടിലേക്ക് പോവാ. ഇന്ന് ഉച്ചക്കത്തെ ഊണ് ആ കളക്ടറുടെ വീട്ടിൽ നിന്നാ. ഞാൻ ഈ ആലോചന പ്രൊസീഡ് ചെയ്യാൻ പോവാ. കുട്ടപ്പ, നീ ഒറ്റയ്ക്ക് ഈ സമയത്ത് ഈ കല്യാണത്തിന്റെ പേരിൽ കിട്ടുന്ന ക്രെഡിറ്റ് ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. അത് ഞാൻ തന്നെ മേടിച്ചോളാം, മനസ്സിലായല്ലോ? പിന്നെ പോണ വഴിക്ക് ഒറ്റക്കായതുകൊണ്ട് ഒരു കൂട്ടിന് ഇത് ഞാൻ എടുത്തോട്ടെ. സാറ് ധൈര്യമായിട്ട് അവളെ കെട്ടുന്ന സ്വപ്നം കണ്ടു. കണ്ടു തീരുമ്പോഴേക്കും ഞാൻ തിരിച്ചെത്തും. സ്വീറ്റ് ഡ്രീംസ്. പോയിട്ടെ. സ്വീറ്റ് ഡ്രീംസ്. Sweet dreams. Put the microphone to battle.